ഹായ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട് മാങ്ങ ഇട്ട് വെച്ചൊരു മീൻ കറിയാട്ടോ. അപ്പോൾ വേഗം നമുക്ക് മാങ്ങ അരിഞ്ഞ് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വയ്ക്കാം കേട്ടോ. ഇനി കറിയിലോട്ട് കിടക്കാം. വേഗം തീ കത്തിച്ചിട്ട് കറി വെക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില, പിന്നെ തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കരിയാതെ സൂക്ഷിക്കണം. പച്ചമുളക് ഇട്ടു, ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു പച്ചമുളകൊക്കെ മാറി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഈസ്റ്റേൻ്റെ ഫിഷ് മസാല എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇത് കരിയരുത് കേട്ടോ. തീ എപ്പോഴും കുറച്ചിടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നോക്കിക്കുക, ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ 2ാം പാൽ നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു ഉപ്പ്. അപ്പോൾ നമ്മുടെ ഈ കറി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നോക്കിക്കുക, കറിയുടെ കളറൊക്കെ കണ്ട നന്നായിട്ട് ആ മാങ്ങിയിട്ട് വന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സീബാസ് ആട്ട് എടുത്തിരിക്കുന്ന മീൻ. ഈ മീനൊക്കെ ഇട്ടതിന് ശേഷം കറിയുടെ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചിട്ട് അടുപ്പത്തോട്ട് വെക്കണം. നോക്കിക്കേ, കറി കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടില്ലേ. നോക്കിക്കേ, നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീനിൻ്റെ കഷ്ണങ്ങളും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി 1ാം പാൽ ഒഴിക്കണം കേട്ടോ. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായി ചുറ്റിച്ച് ജസ്റ്റ് ഒരു സെക്കൻഡ്സ് മാത്രം വെച്ചിട്ട് തീ ഓഫ് ചെയ്യണം. ഇപ്പം നോക്കിക്കുക, നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.